അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ വേദിയിൽ യജ്ഞപ്രസാദ വിതരണമാണ് അടുത്തത്. വരിയായി വന്ന് യജ്ഞപ്രസാദം സ്വീകരിക്കണം. ഹരി ഓം. സ്റ്റേജിന്റെ വലതുവശത്ത് ഇരിക്കുന്ന ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുക. ഒരു 10 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കുക. ഇതിലൂടെ അല്ല വരേണ്ടത്. യജ്ഞപ്രസാദം വാങ്ങാൻ അതിലൂടെയാണ് എല്ലാവരും വരേണ്ടത്. അതിലൂടെ വന്ന് ഇതിലൂടെ യജ്ഞപ്രസാദം വാങ്ങി അങ്ങനെ ഭക്ഷണശാലയ്ക്കാണ് പോകേണ്ടത്. ദയവേത് ആരും തിരക്ക് കൂട്ടരുത്. ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ക്ഷമിക്കുക. ഈ ആദ്യത്തെ ഇവിടുത്തെ ഒരു തിരക്കൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആൾക്കാർ ചെയറിൽ ഇരിക്കുക. ഈ ആ മുൻവശത്തൊന്ന് തിരക്കൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആരും തിരക്ക് കൂട്ടാതെ സംയമനം പാലിച്ച് യജ്ഞപ്രസാദം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് തിരക്ക് കൂട്ടരുത്. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. എല്ലാവർക്കും യജ്ഞപ്രസാദം സ്വാമിജിയിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള അവസരമുണ്ട്. തിരക്ക് കൂട്ടാതെ നമ്മുടെ അമൃതം ഭാഗവതോത്സവം വിജ്ഞാന സപ്താഹം നമ്മൾ കേട്ടതിന്റെ ആ ഒരു ഭാഗമായി നിന്ന് ചിന്തിച്ചുകൊണ്ട് തിരക്ക് കൂട്ടാതെ പതുക്കെ പതുക്കെ ചെല്ലേണ്ടതാണ്. ജയ ജയ ഭാഗവത. കിങ്ങിണി പദ കമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വച്ച സ്ഥലവർ കുമലയലീല ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത. അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ യജ്ഞപ്രസാദം സ്വീകരിക്കുവാൻ വളരെ സാവകാശത്തിൽ ഒരു ലൈനായിട്ട് ചെല്ലേണ്ടതുണ്ട്. ക്ഷമയോടുകൂടി കുറച്ചു സമയം കാത്തിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്വാമിജിയിൽ നിന്നും എല്ലാവർക്കും പ്രസാദം സ്വീകരിക്കുവാനുള്ള അവസരമുണ്ട്. ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീ ജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുഭജന ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരി കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ട തിരീകൃത ശ്രുതിവര ശുഭഫലദ ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹി കൃഷ്ണ വൃന്ദ
വൃന്ദാവനരസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ഉറക്കെ കൈയടിക്ക് നല്ല ശബ്ദത്തില് ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ 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 ഭാഗവത ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇവിടെ വിഗ്രഹങ്ങൾ പൂജ കഴിക്കാൻ തന്ന ആൾക്കാര് ഭക്ഷണം കഴിച്ചു വരുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആരും വിട്ടുപോകാതെ അത് വാങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു 41 ദിവസത്തിനകം നമ്മളിവിടെ പ്രകാശനം ചെയ്ത അല്ലെങ്കിൽ ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്നുള്ള ശ്രീശങ്കരന്റെ വിഗ്രഹം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ പ്രകാശനം ചെയ്യാൻ സാധിച്ചു. അതും വേണ്ട ആൾക്കാര് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യണം. അത് അടുത്ത 41 ദിവസത്തിനകത്ത് നമുക്കത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് വാക്ക് നൽകുകയാണ്. പങ്കജനേത്ര പങ്കജപാദ പങ്കനാശന ശങ്കരാർച്ചിത കങ്കണധാരി കിങ്കിണിപാദ ആടിവാ കണ്ണാ കളിയാടി സന്ദീപിനി സാധനാലയം പാലക്കാട് ജില്ലയെ ആധ്യാത്മിക തലത്തിൽ പൈതൃക ജില്ലയുടെ മഹത്വം ഉന്നയിച്ചുകൊണ്ട് 2017 മുതൽ തുടങ്ങിയ ഈ പ്രവർത്തനം ഇന്ന് കേരള സർക്കാരിൽ നിന്നും സാംസ്കാരിക വകുപ്പിന്റെ ഫയൽ നമ്പർ 8 നമുക്ക് കിട്ടുകയുണ്ടായി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അടുത്ത 2 മാസത്തിനകം അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സാംസ്കാരിക വകുപ്പ് ഒത്തുചേർന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കയ്യൊപ്പ് ഇവിടെ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അതുപോലെ തന്നെ ഒരു ഒപ്പും കൂടി അതിലിട്ട് ആ ഒപ്പ് ശേഖരണത്തോടു കൂടിയാണ് സാംസ്കാരിക വകുപ്പിലേക്ക് നമ്മൾ രണ്ടാമതും ഈ ഒരു പൈതൃക ജില്ലയുടെ ആഹ്വാനത്തിനായി മുന്നോട്ട് പോകുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരും
രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ പേരും കയ്യൊപ്പും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. പാലക്കാടിന്റെ മഹത്വപൂർണമായ ഒരു സന്ദേശം, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ മണ്ണ് അത്രയും പവിത്രമാണ്. ഇവിടെ ജീവിച്ചിരുന്ന ഓരോ വ്യക്തിയും വളരെ ശ്രേഷ്ഠരാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഭാരതപ്പുഴ സംരക്ഷണം നടക്കണം. ഭാരതപ്പുഴ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പരിക്രമണം എന്നുള്ള പദത്തോടുകൂടി ഭാരതപ്പുഴ പരിക്രമണം നടക്കണമെന്നുള്ള ആവശ്യകതയും മുന്നോട്ട് വയ്ക്കുകയാണ്. ഭാരതപ്പുഴയെ സംരക്ഷിക്കുവാനും വീണ്ടും യാഗങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുവാനും ഓരോ വ്യക്തികളും ജന്മമെടുക്കുന്നത് ഈ മണ്ണിന്റെ സന്ദേശവുമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ചിറ്റൂര് ജപപ്പാറ തുടങ്ങി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തപസ് ചെയ്ത ജപപ്പാറ തുടങ്ങി നമുക്ക് തൃത്താലയിലെ കുമ്പിടി ദേശത്ത് എത്തുന്ന സമയത്തുള്ള ഭാരതപ്പുഴയുടെ ചുറ്റുമുള്ള പരിസരത്തെ പവിത്രീകരിക്കുവാനും കൂടി നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, ഈ സപ്താഹ വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒന്നിച്ചിരുന്നപ്പോൾ സ്വാമിജി പറഞ്ഞ പാലക്കാട് പൈതൃക ജില്ല ആഹ്വാനം ചെയ്ത ലഹരി ഭ്രഷ്ട ജില്ല പാലക്കാട് എന്നുള്ള പേരിൽ ആ ലഹരിയെ പൂർണ്ണമായും ഭ്രഷ്ട് കൽപ്പിക്കാനുള്ള മനോധൈര്യം കൂടി നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ബിസിനസ്സുകാർ തുടങ്ങി കലാകാരന്മാരെ വരെ ആദരിക്കപ്പെടുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാവണം. വരുന്ന ഓരോ ചെറിയ കലാകാരന്മാരും അവർ ചെയ്യുന്ന ആ കലയും പാരമ്പര്യവും തുടർന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നു. പാലക്കാട് തന്നെ ഒട്ടനവധി കലാരൂപങ്ങൾ നടത്തിയിരുന്ന ഒട്ടനവധി ആൾക്കാർ ഇന്ന് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് ആ കലയെ വിട്ട് മറ്റു ജോലികൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം കൊണ്ടായിരിക്കും. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളും അന്യാധീനപ്പെടുന്നു. ശാന്തിക്കാരില്ലാതെ, ശാന്തി ധർമ്മമില്ലാതെ മുന്നോട്ട് പോകുന്ന ക്ഷേത്രങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കുന്നു. അതിന്റെ ഒരു തെളിവാണ് 2008 ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ വന്ന ഈ ക്ഷേത്രം ഇപ്പോൾ നിങ്ങൾ ടിവിയിൽ കാണുന്നതിലൂടെ ഇടിഞ്ഞു മുളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തെ അനാമിക മിഷൻ പുണ്യേട്ടൻ അദ്ദേഹം എടുത്ത 8 മിനിറ്റ് വീഡിയോ എല്ലാവരും മനസ്സിലേക്ക് എത്തിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുകയും ആ അകത്തുള്ള ആളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ഇത്രയും സമ്പൂർണമായ ഒരു ഭാഗവത മഹോത്സവം നടത്തുവാനുള്ള 16 വർഷത്തെ ഒരു തപസ്സാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ദക്ഷിണ ഭാരതത്തിൽ തന്നെ നിത്യേന ഗംഗാ ആരതി, പുഴയ്ക്ക് ദീപാരാധന, ഭാരതപ്പുഴയ്ക്ക് നിലാനദിക്ക് ആരതി കാണിക്കുന്ന ഒരു ക്ഷേത്രം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രമാണ്. അതുപോലെ 4 കുട്ടികളിൽ തുടങ്ങി ഇന്ന് 26ലധികം കുട്ടികൾ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ച് അവരുടെ ജീവിതത്തിൽ ലൗകികമായ വിദ്യാഭ്യാസവും ഭൗതികമായ സാഹചര്യങ്ങളിലൂടെയും വളർന്നു വരുന്നു. അതും നമുക്ക് മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ക്ഷേത്രത്തിൽ നിത്യേന ദീപാരാധനയ്ക്ക് ശേഷം ഗോപൂജ നടക്കുന്ന നാടൻ പശുക്കളെ സംരക്ഷിക്കാനും ആ നാടൻ പശുക്കൾ സമൂഹത്തിന്റെയും ഭൂമിയുടെയും തേജസ്സാണ്, അംശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഗോപരിപാലനം കൊണ്ട് നമുക്ക് സമൂഹത്തെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിലുള്ള അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. 35 കുട്ടികളുടെ വിദ്യാഭ്യാസം ഇന്ന് അവരുടെ ഫീസ് നൽകിക്കൊണ്ട് അവരെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുന്നവരെ അവരുടെ വിദ്യാഭ്യാസ ചെലവിലേക്ക് നമ്മളെല്ലാവരും മുന്നോട്ട് വെച്ച് സാന്ദീപിനി സാധനാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്ര പരിസരത്തുകൂടി പോകുന്ന ഈ പുഴയെ നിത്യേന തർപ്പണങ്ങൾ, പിതൃതർപ്പണങ്ങൾ നടന്നു വരുന്ന ഒരു കേന്ദ്രമാക്കി എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി സ്ഥലത്ത് നിന്നും പിതൃതർപ്പണങ്ങൾക്കായിട്ട് ജ്യോതിഷ പണ്ഡിതന്മാർ വരെ ഇന്ന് ഈ സ്ഥലത്ത് വന്ന് പിതൃതർപ്പണങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറയുന്ന തോതിലുള്ള ഒരു മികവ് ഇവിടുത്തെ ആ പിതൃതർപ്പണങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്.
ഒട്ടനവധി ആൾക്കാരുടെ കുടുംബ ജീവിതത്തിൽ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഒരുമിച്ചിരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മതം സ്വീകരിക്കാതെ മറ്റു മതത്തിലേക്ക് പോയി തിരിച്ച് ഈ മതത്തിലേക്ക് തന്നെ വരാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പുണ്യാഹം ചെയ്ത് അവരെ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും മഹത്തായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. സാന്ദീപിനി സാധനാലയം ഇതിന്റെ മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ വർഷത്തിലും ഓരോ പ്രയത്നങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുപോലെ തന്നെ സ്വാമിജി നമ്മുടെ സപ്താഹത്തിന്റെ ഇടയിൽ പറയുകയുണ്ടായി, അടുത്ത വർഷത്തിൽ 10,000-ഓളം ആളുകൾ ഒരുമിച്ചിരുന്ന് ശ്രീചക്ര ദളങ്ങളായിട്ട് ഇരുന്നു കൊണ്ട് ഇവിടെ ലളിതാ സഹസ്രനാമത്തെ ചൊല്ലുവാനും ആ ദളങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ ദളത്തിന്റെ തപസ്സിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രവർത്തനം കൂടി സ്വാമിജിയുടെ നിർദ്ദേശമനുസരിച്ചും സ്വാമിജിയുടെ സൗകര്യമനുസരിച്ചും അത് നമുക്ക് അടുത്ത വർഷങ്ങളിൽ നടപ്പിലാക്കാൻ സാധിക്കുമാറാകട്ടെ. അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കണം. ചെറിയൊരു വിഭാഗം ആൾക്കാർ നിന്നതുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പേരും അഡ്രസ്സും കൊടുത്തുകൊണ്ട് ഇനി വരുന്ന യത്നങ്ങളിൽ ഭാഗമാക്കി നിങ്ങളും കൂടി വന്നു ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിയിക്കാൻ സാധിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ലെറ്റർ വന്നുകൊണ്ട് അടുത്ത വരുന്ന വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ പാലക്കാടിന്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന യജ്ഞങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സാന്ദീപിനി സാധനാലയം ഇത്രയും നേരം ഈ 8 ദിവസങ്ങളിലായിട്ട് സ്വാമിജിയുടെ ആ ശബ്ദതരംഗങ്ങൾ അമൃതവാണികൾ ഈ അമൃത സരസിൽ നിന്നുകൊണ്ട് ഈ സ്ഥലത്ത് നമ്മൾ ഈ ഭാഗത്തെ നമ്മൾ പേരിടുന്നത് അമൃത സരസ് എന്നുള്ള പേര് നാമകരണം കൂടി ഈ യജ്ഞവേദിയിൽ നിന്നുകൂടി തയ്യാറെടുക്കുകയാണ്, തീരുമാനമെടുക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വച്ച സ്ഥലവർ കുവലയലീല ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ദിനവനീതഹരാ കൃഷ്ണ തരുണീ ചിത്തഹരാ ദയയാ പാലയ ദാമോദര ഹരി തുളസീധാമധരാ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ജയ ജയ പാരായണം ചെയ്ത ആചാര്യന്മാർക്കുള്ള ദക്ഷിണ ഉപഹാര സമർപ്പണമാണ് നടക്കുന്നത്. ഗോപി ജനരമണ പാരായണം ചെയ്ത ശ്രീ ശങ്കരനാരായണൻ അവർകൾ വേദിയിലേക്ക് വരേണ്ടതാണ്. ഭാഗവത പാരായണം ചെയ്ത ശ്രീ ശങ്കരനാരായണൻ അവർകൾ വേദിയിലേക്ക് വരേണ്ടതാണ്. ദേവ ജയ ജയ ഭാഗവത ശ്രീ ശങ്കരനാരായണൻ അവർകളെ സാന്ദീപിനി സാധനാലയം ആചാര്യൻ അനുമോദിക്കുന്നു. ഒപ്പം തന്നെ നമസ്കരിക്കണം. ഭഗവാനെ പൂജ ചെയ്ത ശ്രീ പുരുഷോത്തമൻ അവർകൾ, ഭഗവത് പൂജ ചെയ്ത
ശ്രീ പുരുഷോത്തമൻ അവർകൾ, ഹരി കൃഷ്ണ നാരദ ഗീത ഗുണ യജ്ഞവേദിയിൽ പൂജ നിർവഹിച്ച പുരുഷോത്തമൻ അവർകളെ സാന്ദീപിനി സാധനാലയം ആദരിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സ്നേഹ സമർപ്പണം. ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. യജ്ഞവേദിയിലെ ആർട്ടിസ്റ്റായ മഹേഷ് പൈ, ശ്രീ മഹേഷ് പൈ അവർകളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കവരെ. സാന്ദീപനി സാധനാലയം പൈതൃക ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്നേഹോപഹാരം സ്വീകരിക്കാൻ ശ്രീ മഹേഷ് പൈ. പൂന്താന പ്രിയ ഹി കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ശ്രീ സന്തോഷ്, ശ്രീ സന്തോഷ് ജി സരോജയുഗ വീഡിയോ കവറേജ് ചെയ്ത ശ്രീ സന്തോഷ് ജി, ശ്രീ ശ്രീകുമാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാന്ദീപനി സാധനാലയം അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ വേദിയിലേക്ക് ശ്രീകുമാർ, സന്തോഷ് ഇരുവരെയും ക്ഷണിക്കുകയാണ്. ഗ്രന്ഥശാലയുടെ ഒരു സ്റ്റാൾ തീർത്ത, നമ്മുടെ യജ്ഞവേദിക്ക് മുൻപിൽ ഒരു സ്റ്റാൾ തീർത്ത ശ്രീ അനിൽകുമാർ, ശ്രീ അനിൽകുമാർ അവർക്ക് സാന്ദീപനി സാധനാലയത്തിന്റെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുവാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ അനിൽകുമാർ. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. യജ്ഞവേദിയിലുള്ള ശ്രീകൃഷ്ണ പ്രതിമകൾ ആവശ്യമുള്ളവർ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം യജ്ഞവേദിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ജയ ജയ ഭാഗവത ദേവാ യജ്ഞവേദിയിൽ പൂജിച്ച ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ആവശ്യമുള്ളവർ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം യജ്ഞവേദിയിൽ വന്നത് സ്വീകരിക്കാവുന്നതാണ്. ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സാന്ദീപനി സാധനാലയത്തിലെ വൈദിക വിദ്യാർത്ഥികൾ യജ്ഞവേദിയുടെ അടുത്തേക്ക് വരേണ്ടതാണ്. സാന്ദീപനി സാധനാലയത്തിലെ വൈദിക വിദ്യാർത്ഥികൾ യജ്ഞവേദിയുടെ അടുത്തേക്ക് വരേണ്ടതാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ. അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ യജ്ഞവേദിക്ക് മറുവശത്ത് ഐക്യമത്യ ഹോമം കഴിഞ്ഞിരിക്കുകയാണ്. പ്രസാദം സ്വീകരിക്കേണ്ടവർ അവിടേക്ക് ചെല്ലേണ്ടതാണ്. യജ്ഞവേദിയുടെ മറുവശത്ത് ജയ ജയ
ഹരീഷ് മഠത്തിൽ മുഖ്യ കാർമ്മികത്വം നൽകുന്ന ഐക്യമത്യ ഹോമം കഴിഞ്ഞിരിക്കുകയാണ്. പ്രസാദം വേണ്ടവർ അവിടെ സമീപിക്കുക. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത പനീത ഹരാ കൃഷ്ണ ചിത്ത ഹരാ ദയയാ പാലയ ദാമോദര തുളസീദാമോദര ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത. അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ യജ്ഞപ്രസാദ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രസാദം സ്വീകരിക്കാത്തവർ പെട്ടെന്ന് തന്നെ യജ്ഞവേദിക്ക് അരികിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. യജ്ഞവേദിയിൽ പൂജിച്ച ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. മുൻവശത്തുള്ള കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ജയ ജയ രാധേ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ട തിരിവര ശുഭ ഫലദ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത. ഓം ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂരി പാദ സരോജയുഗ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത.
ശ്യാമസുന്ദര ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര നന്ദകിശോര നന്ദഗോപാല വന്ദിതരൂപ വൃന്ദാവന ബാല ഇന്ദ്രപൂജിത ചന്ദ്രവംശജ ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര പങ്കജനേത്ര പങ്കജപാദ പങ്കനാശന ശങ്കരാർച്ചിത കങ്കണധാരി കിങ്കിണിപാദ ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്രീവത്സാംഗിക ശ്രീപ്രദായക ശ്രീധരകാന്ത ശ്രീകരരൂപ ഗോപകുമാര ഗോപികാന്ത ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര വേണുകുപാല വേദവർണിത പവനപുരേശ പങ്കജാർച്ചിത മാനസചോര മാധവരൂപ ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര വേണുഗോപാല വേദവർണിത പവനപുരേശ പങ്കജാർച്ചിത മാനസചോര മാധവരൂപ ആടിവാ കണ്ണ കളിയാടിവാ കണ്ണ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശരണമേ ഗണേ ഗരുഡവാഹന ശരണമേ ഗണേ ഗരുഡനാശന ശരണമേ ഗണേ സച്ചിദാനന്ദ ശരണമേ ഗണേ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര
ശ്യാമസുന്ദര 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 ഭുവനസുന്ദര 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 ശ്യാമസുന്ദര ശ്യാമസുന്ദര യജ്ഞവേദിയിൽ ഇനിയും ആദരവ് ബാക്കിയുണ്ട്. സംപൂജ്യ സ്വാമിജിയിൽ നിന്നും സ്വീകരിക്കുവാനായി എത്രയും പെട്ടെന്ന് വിളിക്കുന്ന ക്രമത്തിൽ ഇവിടെ എത്തേണ്ടതാണ്. ശ്യാമസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര യജ്ഞവേദിയിൽ എത്തിയവർക്ക് താമസ സൗകര്യം നൽകിയ ശ്രീ ജയലക്ഷ്മി, അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ജനറൽ കൺവീനർ പ്രവീൺ, അനിൽകുമാർ, ആദർശ് PK, വിവേക്, രാധാരമണ മുകുന്ദ മുരാരേ കൃപാൽ, ആദി വിഷ്ണുധർമ്മൻ, സിജികുമാർ, അബീഷ്, വിഘ്നേഷ്, വിജേഷ്, സുരേഷ്, ശ്രീഹരി, ശ്രീധരൻ, ദേവിക, അശ്വതി, അഞ്ജന, ഭാഗ്യലക്ഷ്മി, സിദ്ധാന്ത്, സുനിൽ, ശ്രീ സതീഷ്, ഷാജി, രാകേഷ്, മണികണ്ഠ ശർമ്മ, ഷിബു, ഷിബു ആൻഡ് മൃദുല, ദിനേശ് കൊടുമ്പ്, ദേവദാസ്, ദീപേഷ്, തബല, കണ്ണൻ, രാജേഷ്, ലാംകുറിശി മഹാദേവ ക്ഷേത്രം മേൽശാന്തി രാജേഷ്, ശിവദം മുത്തശ്ശൻ വീടിന് വേണ്ടി പ്ലാൻ നൽകിയ രാജേഷ് ആൻഡ് ലതിക രാജേഷ്, സുന്ദരേട്ടൻ, സ്വാമിനാഥൻ, ശശിയേട്ടൻ, രാജേട്ടൻ, സഹസ്ര ടൈൽസ് രാജേട്ടൻ, ഓടനൂരിൽ നിന്നെത്തിയ രാജേന്ദ്രേട്ടൻ, അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ദീപശിഖ പ്രയാണത്തിനായി അനൗൺസ്മെന്റ് നൽകിയ ശബ്ദം നൽകിയ ശ്രീ ആദിത്യദാസ്, ജന്മഭൂമി ശ്രീ പത്മഗിരീഷ്, പ്ലംബിംഗ് ആൻഡ് വയറിംഗ് ശ്രീ ഗിരീഷ് ബാബു, മനസ്സേന്ദ്രിയഴ്വാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവം കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി. സംപൂജ്യ സ്വാമിജിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇനിയും എത്തിച്ചേരാൻ സാധിക്കാത്തവർ പെട്ടെന്ന് തന്നെ യജ്ഞവേദിയിലേക്ക് വരിക. കൃഷ്ണ വിഗ്രഹങ്ങൾ നൽകിയ നമ്മുടെ യജ്ഞവേദിയിലേക്ക് ശ്രീശങ്കര പ്രതിമ നിർമ്മിച്ചു നൽകിയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ചന്ദ്രശേഖര വർമ്മ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അമൃതം ഭാഗവത മഹോത്സവ വേദിയെ അന്വർത്ഥമാക്കാൻ പ്രയത്നിച്ച ശ്രീ അരുൺ ഗുരുൾ സ്വാമിയെ ഈ സമയത്ത് സ്മരിക്കുന്നു.
പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു പരമാനന്ദ പരമാനന്ദ സന്തോഹലക്ഷ്മീം. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും പരമാനന്ദം പരമാനന്ദമായിക്കൊണ്ട് ഇന്നത്തെ ദിവസം ധന്യമാക്കി. ശ്യാമസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര. നന്ദകിശോര നന്ദഗോപാല നന്ദിതരൂപ വൃന്ദാവന ബാല ഇന്ദ്രപൂജിത ചന്ദ്രവംശജ ആടിവാ കണ്ണ കളി ആടിവാ കണ്ണ. സംപൂജ്യ സ്വാമിജിയിൽ നിന്നും ആദരവേറ്റുവാങ്ങുവാനായി വിളിക്കുന്ന ക്രമത്തിൽ എല്ലാവരും യജ്ഞവേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ശ്യാമസുന്ദര 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 ഭുവന സുന്ദര. പങ്കജനേത്ര പങ്കജപാദ പങ്കനാശന ശങ്കരാർച്ചിത കങ്കണധാരി കിങ്കിണിപാദ ആടിവാ ഭാഗവത സപ്താഹത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഹരീഷ് മഠത്തിൽ, ജനറൽ കൺവീനർ പ്രവീർ, അനിൽകുമാർ, ആദർശ് പി കെ, വിവേക്, ഭുവന സുന്ദര സുന്ദര ശ്യാമസുന്ദര 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 ഭുവന സുന്ദര. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ഒരു ചിത്രം സ്വാമിജി സാന്ദീപിനി സാധനാലയം ആചാര്യൻ ശ്യാം പ്രസാദിന് നൽകി. അതുൽ എന്ന കുട്ടി കലാകാരൻ വരച്ച അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ഒരു ചിത്രം പ്രകാശിപ്പിക്കുകയാണ്.